കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ യോഗത്തിൽ സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വാരണാസിയിൽ നരേന്ദ്രമോദിയെ നേരിടാൻ ഒരു പേര് നിർദ്ദേശിച്ചിരിക്കുന്നു മമതാ ബാനർജി. നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ കയറി വീഴ്ത്താൻ ഒരാൾക്ക് സാധിക്കും. അവർക്ക് ഒറ്റക്കെട്ടായുള്ള പിന്തുണ നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മമത ആ ആളുടെ പേര് മുന്നോട്ട് വെച്ചത്. അത് മറ്റാരുമല്ല, കോൺഗ്രസ് നേതാവായ പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വന്നാൽ മോദിക്ക് കടുത്ത വെല്ലുവിളി നൽകാൻ സാധിക്കുമെന്നതാണ് മമത പറയുന്നത്. സഖ്യമുന്നണിയുടെ 4ാം യോഗത്തിലായിരുന്നു മമത പ്രിയങ്കയുടെ പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിതീഷ് കുമാർ വാരണാസിയിൽ എത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മമതയുടെ നീക്കം എല്ലാവരുടെയും കണ്ണുകൾ പ്രിയങ്കയിലേക്ക് എത്തിക്കുകയാണ്. 2019 മോദിക്കെതിരെ പ്രിയങ്ക മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പ്രിയങ്ക മോദിയെ നേരിടണമെന്ന ആവശ്യമുന്നയിച്ചുള്ള പോസ്റ്ററുകൾ ഉൾപ്പെടെ അന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അജയ് റായിയെയാണ് കോൺഗ്രസ് അന്ന് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തത്. അന്നത്തേതിലും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തീരുമാനമെടുത്താൽ പ്രിയങ്കയ്ക്ക് ഒരുപക്ഷെ ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. മാത്രമല്ല, ഇതുവരെയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതെ മാറി നിന്ന പ്രിയങ്ക ഇത്തവണ കളത്തിലിറങ്ങും എന്നുള്ള സൂചനകളും നൽകിയിരുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും വിലയേറിയ ആയുധമായിട്ടാണ് പ്രിയങ്കയെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പുകളിൽ താരപ്രചാരകരിൽ പ്രഥമ പരിഗണന പ്രിയങ്കയ്ക്ക് ലഭിക്കുന്നത്. മമതയെ പോലുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ് പ്രിയങ്കയുടെ പേര് മുന്നണി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയങ്കയെ അത്രയ്ക്ക് വിശ്വാസമാണ് എന്നതാണ് അതിനർത്ഥം. ഈ കാര്യത്തെക്കുറിച്ച് മമതയോട് മാധ്യമങ്ങൾ ചോദിച്ചുവെങ്കിലും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ യോഗത്തിൽ ചർച്ച ചെയ്ത എല്ലാം വെളിപ്പെടുത്താനാകില്ല എന്നതായിരുന്നു മമതയുടെ പ്രതികരണം. ഡിസംബർ 31 മുമ്പ് സീറ്റ് പങ്കിടലുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം എടുത്തേക്കുമെന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രിയങ്കയുടെ സ്ഥാനാർത്ഥി വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. യെ സംബന്ധിച്ച് യിൽ ഗാന്ധി കുടുംബം തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയാണ് സംസ്ഥാന അധ്യക്ഷനുള്ളത്. രാഹുലും പ്രിയങ്കയും യിൽ മത്സരിക്കണം എന്ന ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വെക്കുമ്പോൾ പ്രിയങ്ക ഒരുപക്ഷെ റായ്ബറേലിയിൽ സോണിയയുടെ പിൻഗാമിയായി വരാനും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ആവശ്യപ്രകാരം വാരണാസിയിൽ നരേന്ദ്രമോദിയെ നേരിടാനും തയ്യാറായേക്കും.